എന്നറിയാം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നത്. അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല. അന്ന് പാവപ്പെട്ടവർക്ക് ദാനാദിധർമ്മങ്ങൾ നടത്തുന്നത് പുണ്യമായി പലരും കരുതുന്നു. വിഷ്ണു അവതാരമായ പരശുരാമൻ ജനിച്ച ദിവസമാണ് അക്ഷയ തൃതീയയ്ക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ വിശേഷാൽ പൂജകൾ നടക്കാറുണ്ട്. ഭഗവതി അന്നപൂർണേശ്വരിയുടെ അവതാര ദിവസവും മഹാലക്ഷ്മി അനുഗ്രഹം ചൊരിയുന്ന ദിവസം എന്നിവ കൂടിയാണ്. അതിനാൽ പരശുരാമ ജയന്തി അഥവാ കർഷകരുടെ പുണ്യദിവസം, സമൃദ്ധിയുടെ ദിവസം എന്നൊക്കെ പ്രാദേശികമായ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അന്നപൂർണ ദേവി അവതാര ദിവസം ആയതിനാൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇത് വിശേഷമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലും അന്നേ ദിവസം പ്രാധാന്യമർഹിക്കുന്നു. വിഷ്ണുധർമ്മസൂത്രത്തിലാണ് അക്ഷയതൃതീയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം കാണുന്നത്. അന്ന് ഉപവസിക്കുകയും വിഷ്ണുവിന് അന്നം നിവേദിക്കുകയും പിന്നീട് അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം ചെയ്യുകയും വേണമെന്ന് അതിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. സർവപാപമോചനമാണ് ഫലം. അന്നേ ദിവസം നേടുന്ന പുണ്യം അക്ഷയമായിരിക്കും. ഈ ദിവസമാണ് യുഗങ്ങളിലെ തുടക്കമായ കൃതയുഗം ആരംഭിച്ച ദിനമാണ് എന്നും അന്ന് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ഫലം അക്ഷയമാകയാലാണ് ആ തിഥിക്ക് അക്ഷയതൃതീയ എന്ന് പേരുണ്ടായത്. പിതൃക്കൾക്ക് ശ്രാദ്ധം ചെയ്യുന്നത് അക്ഷയതൃതീയ ദിവസം ഏറ്റവും ഉചിതമായി കാണും. വരൾച്ചയിൽ വേവുന്ന ഭൂമിക്ക് സാന്ത്വനസ്പർശമായി ഭഗീരഥ മുനിയുടെ തപസ്സിലൂടെ ഗംഗാനദി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത് അക്ഷയ തൃതീയ ദിനത്തിലാണെന്നാണ് വിശ്വാസം. എന്നാൽ അക്ഷയ തൃതീയ ദിവസത്തെക്കുറിച്ച് ശരിയായ അറിവ് ആർക്കും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഈ ദിവസം ആളുകൾ സ്വർണം വാങ്ങുന്ന ദിവസമായാണ് കാണുന്നത്. ശരിയായ അക്ഷയ തൃതീയ എന്നറിയാം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നത്. അക്ഷയ തൃതീയ